അപ്പോൾ ഗായ്സ് നമ്മൾ ബിരിയാണി ആക്കാൻ പോകുന്നു. വരൂ, നമ്മൾ നേരെ അടുക്കളയിലേക്കാണ് പോകുന്നത്. ഇവിടെ നമ്മുടെ മൂത്തായി ഉണ്ട്, ചിക്കൻ വറുക്കുന്നു, ബിരിയാണി ആക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഗായ്സ് നമ്മൾ ഉള്ളി ഈ മിഷലിൽ ഇടാൻ പോകുന്നു. ഇതാണ് ടെക്നോളജിയ. അപ്പോൾ നമ്മൾ ഇത് തുറക്കുന്നു. ഇതാണ് ബ്ലേഡ്. നമ്മുടെ ഉള്ളിയൊക്കെ അപ്പോൾ എല്ലാവരും ഈ വിഷയം വാങ്ങിക്കോളും. അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം അരിഞ്ഞു വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ സവാള അരിഞ്ഞിരിക്കുന്നു, കാണിച്ചു തരാം. നല്ല രസത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സവാള ബിരിയാണിക്ക് എന്നും സവാള ഇതാക്കൂലേ, ഫ്രൈ ചെയ്യൂലേ, അതേപോലെ നമ്മൾ നെയ്യിലിട്ടിരിക്കുന്നു. ഇനി ഇത് ഫ്രൈ ആയിട്ട് ഇപ്പോൾ നമ്മുടെ മമതാൻ്റെ എത്തിയിരിക്കുന്നു. ബിരിയാണിക്ക് മെയിൻ ആയിട്ടുള്ള ബ്ലോഗിന് ഹായ് പറ. ഹായ്. ഇപ്പോ പൊരിച്ച് എടുക്കുന്നതാണ് ബാക്കിയുണ്ടായത്. പൊരിച്ചത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇനിയും കുറേ പൊരിക്കാനുണ്ട്. ഇനി ഇത്ര പൊരിക്കാനുണ്ട്. മൂത്ത പറഞ്ഞു ഇത്ര വെളുത്തുള്ളി വേണ്ട, അതുകൊണ്ട് കുറച്ചുകൂടി ആക്കുന്നു. ഇന്ന് നമ്മളെ വീട്ടിൽ ഗണപതി ഹോമം ഉണ്ടായി. ചക്കു ചേച്ചി പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഗണപതി ഹോമത്തിന് നമ്മൾ പ്രസാദമാക്കിനി. അതാണ് പ്രസാദം. ഇപ്പോൾ വീട്ടിലേക്ക് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട് വന്നിന്, പേര് വിനുമാമൻ. ഇതാ എവിടെ പോകുന്നതെന്ന് അറിയില്ല. അച്ഛാ ബ്ലോഗിൽ ഒരു ഹായ് പറഞ്ഞേ. ഹായ്. നമ്മളുടെ ബ്ലോഗർ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അച്ഛൻ ഉറങ്ങുന്നുണ്ട്, കണ്ടോ. ഓനിപ്പോ ചൂടെടുക്കുന്നതായിട്ട് ഓൻ അവിടെയാണ് കിടക്കല് എല്ലാ ദിവസവും. ഓക്കെ, ഇത്രയുണ്ട്. ബാക്കി എന്താ, ഇതെല്ലാം മാറ്റാനായി ആണ്. ഇത്രയായി, ഇനി ഇത്രയായി കുറച്ചും കൂടിയാവും. ഇത് ചിക്കൻ വരട്ടിയിട്ടുണ്ട്, പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഉള്ളി മസാലക്ക് തേയാത്തത് കൊണ്ട് നമ്മൾ ഉള്ളി മുറിക്കുന്നുണ്ട്. ഇത്രേ ഉള്ളിയേ ഇല്ലു, അപ്പോൾ കുറച്ചും കൂടി ഉള്ളി വേണം. നമ്മൾ ഇതിൽ തന്നെയാണ് ആക്കുന്നത്. അപ്പോൾ രണ്ടാമത്തതും നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവനും ഒരുങ്ങി വന്നിരിക്കുന്നു ഗൈസ്. ഇപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ആണ് ആക്കുന്നത്. ഇത് ഫ്രൈ ആയിട്ട് ഇനി നമുക്ക് നോക്കാം. ഇതിലാണ് മസാല ഉണ്ടാക്കുന്നത്, ഇതിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഗ്യാസിൽ വെച്ചിട്ടിരിക്കുന്നതാണ്. നമ്മൾ ചോറിന് ക്യാരറ്റ് മുറിക്കുന്നുണ്ട്. നമ്മൾ ഗണപതി ഹോമം കഴിച്ചത് ഇതിലാണ്. ഇതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും ഇട്ടിരുന്നു, ഇപ്പോൾ ഓർമ്മയില്ല. ഇവിടെ ഇരുന്നിട്ടാണ് കഴിച്ചത്. ഇതൊന്നും ഉണ്ടായിട്ട് ഇതെല്ലാം അവിടെ ഉണ്ടായി. പിന്നെ ഇതെല്ലാം ഇപ്പോൾ ചോറിന് പാത്രം വെച്ചിരുന്നു. ഇപ്പോൾ നെയ്യെല്ലാം ഇട്ടു. ഇപ്പോൾ ചിക്കൻ ഫ്രൈ എടുക്കുന്നു. ഇനി നമുക്ക് കുറേ പണി ബാക്കിയുണ്ട്. നമ്മൾ ഇതിലാണ് ബിരിയാണി, ഈ അരിയിലാണ് ബിരിയാണി. ഇപ്പോൾ നമ്മുടെ ബിരിയാണി കരി ഇടുന്നു. ഇപ്പോൾ നമ്മൾ അരിക്ക് വെള്ളം കൂട്ടുന്നതാണ്.
ബിരിയാണി തിളച്ച വെള്ളമാണ്. ഇതിപ്പോൾ ചൂടാക്കാൻ കൊണ്ടുപോകും. ഒരു പൂകാം ഇതിലാണ് ചൂടാക്കുന്നത്. നമ്മൾ ഗ്യാസിലും അത് ചിക്കൻ ഫ്രൈ വേഗാവാത്തതുകൊണ്ട് ഇൻഡക്ഷൻ കുക്കറിലും ചിക്കൻ ഫ്രൈ ആക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ച ചിക്കൻ ഫ്രൈ ആയിരിക്കുന്നു. ഇനി ഗ്യാസിൽ വെച്ചത് കൂടി ആവാനുണ്ട്. ഫ്രൈ ആക്കും. അത് ഞങ്ങൾ ഇങ്ങനെ വഴറ്റുന്നു. ഓക്കെ, മസാലക്കുള്ളി വഴറ്റുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഫ്രൈ ആക്കുന്നില്ല. കുറേ ഇപ്പോൾ നമ്മൾ പായസത്തിന് പാലൊഴിക്കുന്നു. ഇപ്പോൾ നമ്മൾ ചോറിൽ അരിയുന്നു. ഇപ്പോൾ നമ്മൾ ചിക്കൻ ഇടുന്നു. ഇപ്പോൾ നമ്മൾ ഇതാക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മളുടെ ഇവിടെ ബിരിയാണി ആയിരിക്കുന്നു. പായസം ഇതാണ് മസാല. പായസത്തിന് മുന്തിരി കട്ടിട്ടേ പായസം ഇതാണ്. ഓക്കെ ബൈ. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം. ഓക്കെ ബൈ.